ഞാൻ പോണില്ല. ഇതാണ് നീ ധൈര്യമായിട്ട് പോ. ഞാനല്ലേ പറഞ്ഞ ധൈര്യമായിട്ട് പോ. ഡോക്ടർ ശരൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ സമാധാനമായി ശാന്തമായി ഉറങ്ങിയോ അതോ കണക്കുകളുടെ ലോകത്താണോ ഇപ്പോഴും തല? എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന് രണ്ടാക്കണ്ട, ഇഷ്ടം പോലെ ചോദിക്കാൻ ഞാൻ ഇരുന്നുതരാം. ഇരുന്ന് തന്നാ പോരാ, മറുപടി തരണം. പി ജി ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞ കണക്കുകൾ പി ജി മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അതിന്റെ കൂട്ടിക്കിഴിക്കൽ വീണ്ടും നടത്തിയോ എന്ന് ചോദിച്ചത്. എന്റെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും മതി. നിങ്ങളുടെ ബുദ്ധിയും എന്റെ ശക്തിയുമായാല് ഈ 3D പടം പോലെ ഇരിക്കും, ഇങ്ങോട്ട് വരണ പോലെ ഇരിക്കും, പക്ഷെ വരില്ല. ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്ലസും മൈനസും വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള സമയം കൂടി കണ്ടെത്തി ഇന്നലെ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നീ ആരുടെ കോപ്പ ഇരി കയറിയടാ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ. ഒരു 1.5 മണിക്കൂർ ജനങ്ങളുടെ ഇടയിലായിരുന്നു. വേറെ 1-2 സ്വകാര്യ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നലെ മുതൽ ഇനി അങ്ങോട്ടും. അപ്പൊ അതുകൊണ്ട് ഈ മഹാഭാവി നമ്മളെ ഓട്ടിച്ച ഓട്ടം. ജില്ല എപ്പോഴും പാലക്കാട് ജില്ലയിലാണ് പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നത്. തുടർച്ചയും അങ്ങനെ തന്നെ ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചോദ്യം 1. സരന്റെ പരാജയത്തെ കുറിച്ച് സരന്റെ അസസ്മെന്റ് എന്താണ്? വെരി ഗുഡ്. എനിക്കൊരു അവസരം തന്നതിൽ ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എടാ, ലോട്ടറി അടിച്ചാൽ ലക്ഷങ്ങൾക്ക് അടിക്കണം, അല്ലാതെ 5ഉം 10ഉം രൂപയ്ക്ക് അടിച്ചോണ്ട് എന്ത് കാര്യം? ഉള്ള ഭാഗ്യവും പട്ടിണിയും വെച്ച. വോട്ട് എങ്ങനെ കുറഞ്ഞു, ഏത് വോട്ട് കുറഞ്ഞു എന്നുള്ളതിനപ്പുറം വോട്ട് കൂട്ടിയ ആളുകളിലേക്ക് ആ വോട്ടുകൾ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചതും ഞാൻ ഇന്നലെ ചിന്തിച്ചതും. ചേച്ചി ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പലയടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും. വർഗീയതയുടെ ഏറ്റുപിടിക്കലിലൂടെ മാത്രമാണ് UDF-ന് കോൺഗ്രസിന് ഈ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഇപ്പോ വേണുഗോപാൽ ജിക്ക് എന്ത് തോന്നുന്നു? ഒരു ലോട്ടറി അടിച്ച സുഖം. SDPIയുടെ വോട്ടുകൾ, അത് SDPI പറഞ്ഞാൽ കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം പാലക്കാട് കൂടുന്നു എന്നുള്ള അപകടകരമായ ഒരു വസ്തുതയാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ കുറച്ചൊരു അതിന്റെ ഒരു സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്, അവിടേക്ക് കയറൂരി വിട്ടത് UDF SDPI പ്രവർത്തകരെയാണ്. കൃഷ്ണൻകുട്ടി തലച്ചോറ് ഉപയോഗിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയിൽ നിന്ന് കിട്ടിയ പിന്തുണയാണ് ഒരു 8,000-ഓളം വോട്ടുകൾ. അത് SDPIയുടെ വോട്ടുകളാണെന്നല്ല PG ഞാൻ പറയുന്നത്. ഇതേതാണ്ട് എലിക്കണിയിൽ സുനവെട്ടതുപോലെ സുനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. സാർ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഒരു പ്രതിപകാരം പ്രതീക്ഷിച്ചല്ല ഞാനിത് ചെയ്യുന്നത്. എന്റെ സംശയം 30,000-ലധികം വരുന്ന ആ പാലക്കാട്ടെ മുസ്ലിം വിഭാഗങ്ങളിൽ 50% പേരെയും നിയന്ത്രിക്കുന്ന SDPI ആണോ? ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. ആ രീതിയിൽ വേണം നമുക്കിതിനെ അനുമാനിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. ചുമ്മാ തമാശ പറയാതെ പണിക്കരെ. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് സരനും LDF-ഉം വെച്ചതുകൊണ്ടാണ് ഞാൻ അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പോകേണ്ടി വരുന്നത്. നീ കയറി, ഇന്ന് നമുക്ക് രണ്ടാളും തീരുമാനിക്കാം. പക്ഷെ അത് സാങ്കേതികമായി പറയുകയാണെങ്കിൽ 50,000 1,94,000 ചെല്ലുവാനും വോട്ടർ. ഞാനും മാന്ത്രിച്ച് കണക്കെടുക്കുന്നില്ലേ? നമ്മൾ ഈ അങ്ങനെ പറയുന്നതന്നെ ശരിയല്ല. ഈ 4 മണിക്ക് ഞങ്ങളില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എന്റെ മകനോളം ഇപ്പൊ ഈ നാട്ടിൽ ആരുമില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം. എനിക്കൊന്ന് കുമ്പസാരിക്കണം.